ഹലോ, നമ്മുടെ മലയാളത്തിലെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ഉണ്ണി മുകുന്ദൻ്റെ ഗെറ്റ് സെറ്റ് ബേബി ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഉണ്ണി മുകുന്ദൻ എന്താണ്ടേ ഏറ്റവും അവസാനമായി ഇറങ്ങിയ മാർക്കോ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് നേരെ വ്യത്യസ്തമായിട്ട് ഡയറക്ടർ വിനയ് ഗോവിന്ദ് ഒരുക്കിയിരിക്കുന്ന സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. അപ്പോൾ ഇതിനകത്ത് വളരെ വലിയ സ്റ്റാർ കാസ്റ്റാണ്. ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ കൂടെ നിഖില വിമലുണ്ട്, ചെമ്പൻ വിനോദുണ്ട്, ഒരുപാട് ഡോക്ടേഴ്സായിട്ടുള്ള പെൺകുട്ടികളുണ്ട്, മുത്തുമണിയുണ്ട്, അതുപോലെ ഇഷ്ടം പോലെ ആക്ടേഴ്സ്. വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അത് പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ മാർക്കോയിൽ നിന്നും വേറെ വിപരീതമായി നമ്മുടെ മാളികപ്പുറത്തിൻ്റെ ഒക്കെ മാളികപ്പുറത്തിൻ്റെ ജോവിയൽ പോർഷൻസ് ഉണ്ടല്ലോ, അതായത് ഉണ്ണി മുകുന്ദൻ്റെ കോമഡി കാര്യങ്ങൾ എല്ലാം വരുന്ന ആ ഒരു രീതിയാണ് ഇത് മൊത്തം അവലംബിച്ചിരിക്കുന്നത്. വിനയ് ഗോവിന്ദ് എന്ന് പറഞ്ഞ സംവിധായകനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സംവിധാനമാണ്. അദ്ദേഹം വളരെ എന്താണ് പറയുക, അദ്ദേഹത്തിൻ്റെ 2 സിനിമകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കിളിബോയി, ഒന്ന് നമ്മുടെ ആസിഫ് അലിയുടെ തന്നെ കോഹിനൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ, മറ്റേ ആസിഫ് അലി ഒരു മോഷ്ടാവായിട്ട് വളരെ സൂപ്പറായിട്ടൊരു ടെക്സ്റ്റൈൽസിൻ്റെ ആ ഒരു പരിപാടിയുള്ളൊരു സിനിമ ഉണ്ടല്ലോ, അതാണ് കോഹിനൂർ, അജു വർഗീസൊക്കെ ഉള്ളത്. അപ്പോൾ അത് തന്നെ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ കാലിബർ എങ്ങനെയാണ്. അദ്ദേഹം വേറൊരു സിനിമ നിവിൻ പോളിയുമായി ചെയ്യാനായിട്ടിരുന്നതാണ് താരം. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ പോലും അത് നിവിൻ പോളിയുടെ ഒരു ഫിസിക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ലിസ്റ്റിൻ സ്റ്റീഫൻ ആ സിനിമയുടെ പ്രൊഡ്യൂസർ. അദ്ദേഹം ആ ഇടയ്ക്ക് ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതിൻ്റെ കഥ തന്തുവിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിരുന്നത് കൊണ്ട് തന്നെ ഇപ്പം പണ്ടത്തെ പോലെ അല്ല, കുറേയും കൂടെ ഈ കുട്ടികൾ ഉണ്ടാകാനൊക്കെ ദമ്പതികൾക്ക് കുറേ പാട് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചേർന്ന് നിൽക്കുന്ന ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു കഥയാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്, ഗെറ്റ് സെറ്റ് ബേബി. അപ്പം ഗൈനക്കോളജി അറിയാമല്ലോ, ഗൈനക്കോളജിയിൽ കൂടുതലും വനിതകളാണ്. ഗൈനക്കോളജി എടുത്ത പുരുഷന്മാരെന്ന് പറഞ്ഞാൽ വളരെ വിരളമാണ്. അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല ഗൈനക്കോളജി എടുത്ത പുരുഷന്മാർ. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് പഠിച്ച ഒരു ഗൈനക്കോളജി ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളും മറ്റ് സംഭവങ്ങളും ഒക്കെയാണ് ഈ നമ്മളുടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉള്ള ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉണ്ണി മുകുന്ദൻ്റെ ജോവിയൽ ക്യാരക്ടർ എനിക്ക് വളരെയധികം ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇതിനകത്ത് അദ്ദേഹം അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ കഥാതന്തുവാണെങ്കിൽ അത് മനോഹരമായിട്ടാണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പിശുക്കും കാര്യങ്ങളും ഒന്നും അവർ കാണിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രെയിംസൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കളർഫുള്ളും കാര്യങ്ങളൊക്കെയാണ്. ഒരു കണക്കിന് പിശുക്ക് ഒട്ടും അവർ കാണിച്ചിട്ടില്ല. അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുമാത്രമല്ല മറ്റുള്ളവരിലെല്ലാം വ്യത്യസ്തമായിട്ട് ഇവർ ഈ ഒരു കഥ പ്ലേസ് ചെയ്തേക്കുന്ന രീതിയും മറ്റ് കാര്യങ്ങളൊക്കെ അതിമനോഹരമായിട്ടുണ്ട്. ഇതിനകത്തൊരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഒരു ഇച്ചിരി ഡ്രാഗിങ് പോലെ തോന്നിയിട്ടുണ്ട്. അത് സിനിമയുടെ കഥയുമായി ബന്ധപ്പെടുമ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നതാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഇതിനകത്ത് പറയേണ്ട മറ്റൊരു പെർഫോമൻസ് നമ്മുടെ ചെമ്പൻ വിനോദ്, അതുപോലെ മുത്തുമണി, നിഖില വിമൽ, ഇവരുടെയൊക്കെ പെർഫോമൻസാണ് അവർ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ. ഒരു ഇതിൽ പോലും ഇത്തിരി പോലും അവർ അതിനകത്ത് നമുക്ക് കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇവരുടെ പെർഫോമൻസ്. ഇനി പിന്നെ സർപ്രൈസും ട്വിസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. എന്നിരുന്നാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം ജോവിയലായിട്ടുള്ളൊരു കഥാപാത്രം ഉണ്ണി മുകുന്ദൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. എനിക്ക് പല സമയത്തും നമ്മുടെ പണ്ടത്തെ ലാലേട്ടനെയൊക്കെ ഓർമ്മ വന്നു കേട്ടോ പുള്ളിയുടെ ഇതിൽ. അപ്പം മനോഹരമായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും മലയാള സിനിമ ഇന്നലെ നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇറങ്ങി കുഞ്ചാക്കോ ബോബൻ്റെ മാരക പെർഫോമൻസ് ആയിരുന്നു. ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഐ ബട്ടണിലും കൊടുത്തേക്കാം, കാണാത്തവർ കാണുക. ആ സിനിമയും ഇപ്പം നമ്മളുടെ ഗെറ്റ് സെറ്റ് ബേബിയും എല്ലാം കഴിഞ്ഞ ആഴ്ച ഒരു ഇച്ചിരി ഡൗൺ ആയിരുന്നെങ്കിലും ഈ ആഴ്ച തകർത്തിട്ടുണ്ട്. അപ്പം ഗെറ്റ് സെറ്റ് ബേബി ഓഫീസർ ഓൺ ഡ്യൂട്ടി കണക്ക് ഹിറ്റാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിമനോഹരമായ സിനിമയാണ്. അപ്പം മലയാളത്തിൻ്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം, ഓഫീസർ ഓൺ ഡ്യൂട്ടി ആൻഡ് ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണി മുകുന്ദൻ ബാക്ക് ഓൺ ട്രാക്ക്. ഇതേ കണക്കുള്ള ജോവിയൽ സിനിമയും ഉണ്ണി മുകുന്ദൻ ആക്ഷൻ സിനിമ മാത്രമല്ല, ഇതേ കണക്കുള്ള ജോവിയൽ സിനിമയും കൂടെ അഭിനയിക്കണമെന്ന് നമ്മുടെ ഒരു അഭിപ്രായം കൂടെ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അപ്പം ഗെറ്റ് സെറ്റ് ബേബി അടിപൊളി സിനിമ തന്നെ. അപ്പോൾ എല്ലാവരും പോയി കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ കണ്ടന്റ്. സെൻഡ് ബാക്ക്.